നാലാം ഓണത്തിന് തൃശ്ശൂരിൽ നടക്കുന്ന പുലികളിയുടെ കൊടിയേറ്റമാണ് ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടുവിലാലിന് സമീപം ആരംഭിച്ചത്. 9 സംഘങ്ങളിൽ നിന്നായി ഏതാണ്ട് 459 പുലികളാണ് ഇത്തവണ തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാൻ ഇറങ്ങുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, പുലികളി എന്നത് ഓണാഘോഷത്തിന്റെ ഏറ്റവും ഒഴിവാക്കാൻ കഴിയാത്ത ഭാഗങ്ങളിലൊന്നാണ്. ഈ പുലികളിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ കൊടിയേറ്റം നടക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ. പ്രജിത്തെ, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പുലികളിയും പൂരവും അവരുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അവരുടെ ഹൃദയ താളമാണ് പുലികളി എന്ന് പറയുന്നത്. നാലാം ഓണത്തിന് തൃശ്ശൂരിൽ നടക്കുന്ന പുലികളിയുടെ ഔദ്യോഗികമായിട്ടുള്ള തുടക്കം ഇവിടെ കൊടിയേറ്റിക്കൊണ്ട് നടത്തിയിരിക്കുകയാണ്. നടുവിലാൽ, വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ നടുവിലാലിന് സമീപമാണ് അല്പസമയം മുമ്പ് തൃശ്ശൂർ MLA രാജൻ പല്ലനും അതേപോലെ തന്നെ മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ ചേർന്ന്, അതേപോലെ തന്നെ കൗൺസിലർ രഘുനാഥ് മേനോൻ അടക്കമുള്ളവർ ചേർന്നുകൊണ്ട് ഇപ്പോൾ ഈ കൊടിയേറ്റ് നടത്തിയിട്ടുള്ളത്. 9 സംഘങ്ങളിൽ നിന്നായിട്ട് 459 പുലികളാണ് നാലാം ഓണത്തിന് തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. അതേപോലെ തന്നെ പുലികളി സംഘങ്ങൾ മുൻവർഷത്തേതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് വലിയ സന്തോഷത്തിലാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു സഹായം അവർക്ക് ലഭ്യമായിട്ടുണ്ട്. പുലികളി സംഘങ്ങൾക്ക് ഏകദേശം 3 ലക്ഷം രൂപ വീതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് ബാധ്യതകൾ അല്ലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന അല്ലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു ഇതാണ് പുലികളി എന്നുള്ളത്. ആ പുലികളിക്ക് സാമ്പത്തികപരമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു സഹായം അവർക്ക് ഏറെ ഗുണകരമാണ്. അങ്ങനെ 9 പുലികളി സംഘങ്ങളിൽ നിന്നായിട്ട് ഏറെക്കുറെ 459 പുലികളാണ് ഇക്കുറി തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു നഗരത്തിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ MLA ആയിട്ടുള്ള രാജൻ ജെ പല്ലനാണ് ഇപ്പോൾ പ്രസംഗിക്കുന്നത്. അതിനുശേഷം മേയർ ഉണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്, അതേപോലെ തന്നെ BJPയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ രഘുനാഥ് മേനോനുണ്ട്, പ്രതിപക്ഷ നേതാവ്, അങ്ങനെ എല്ലാ ജനപ്രതിനിധികളും ഒപ്പം തന്നെ വിവിധ മത സാമുദായിക സാംസ്കാരിക നേതാക്കളെല്ലാം ഈ ഒരു പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. നാലാം ഓണത്തിനാണ് പുലികളി തൃശ്ശൂരിൽ നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ, സംവിധാനങ്ങളൊക്കെ ഒരുക്കപ്പെടുന്നതിൻ്റെ പ്രാരംഭ നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സാനു, എന്തായാലും കേരളത്തിന്റെ ഓണാഘോഷത്തിന് തൃശ്ശൂരിലെ തനതായ പല ചടങ്ങുകളും അതതിൻ്റെ മുഖമുദ്രയാണ്. അങ്ങനെയൊന്നാണ് പുലികളി എന്നുള്ളത്. അപ്പോൾ പുലികളിയുടെ ഇനിയുള്ള ദിവസങ്ങളിൽ നാലാം ഓണത്തിന് നടക്കുന്ന പുലികളി അടക്കം എല്ലാ വാർത്തകളും തത്സമയം നിങ്ങളിലേക്ക് ജനം TV എത്തിക്കും.